അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹല്ലാഹ് ലാ തഹ്മിലു റിസ്ഖഹല്ലാഹു യർസുഖുഹാ വഇയ്യാകും وهو السميع العليم. ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله فأنى يؤفكون. الله يبسط الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم. ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها ليقولن الله قل الحمد لله بل أكثرهم لا يعقلون. يا عبادي إن أرضي واسعة يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون كل نفس ذائقة الموت സുമ്മ ഇലൈന തുർജഊൻ. അതായിരുന്നു അതിൻ്റെ മുമ്പ് പറഞ്ഞ വചനങ്ങൾ. എൻ്റെ അടിമകളെ, എൻ്റെ ഭൂമി വിശാലമാണ്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള സന്ദർഭം, ജീവിത സാഹചര്യങ്ങളില്ലെങ്കിൽ അത് ഭൂമി വിശാലമാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഹിജ്റ പോകേണ്ട കാലഘട്ടമായിരുന്നു അന്ന്. ഹിജ്റ പോയിട്ടെങ്കിലും അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന, അതിനുള്ള സൗകര്യപ്പെടുത്തുന്നിടത്തേക്ക് പോകണം. അതല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ജീവിത ചുറ്റുപാടുകളല്ല നമ്മുടേതെങ്കിൽ കുടുംബപരമായ സാമൂഹ്യമായ ബന്ധങ്ങളും കെട്ടുപാടുകളും നമ്മളെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് തടസ്സമായി വെക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും മോചിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങണം. എന്തുകൊണ്ടെന്നാൽ ജീവിതം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എങ്ങനെ വഴിമുട്ടുമോ എന്നൊന്നും പേടിക്കണ്ട. എല്ലാവരും മരിക്കും. ആ മരണത്തെ അവിടെ ഓർമ്മിപ്പിക്കുന്ന അതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. എല്ലാവരും മരണത്തെ രുചി നോക്കും, പിന്നെ നമ്മിലേക്കാണ് മടക്കപ്പെടുക. ആ മരിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെ ആരാധനയും വിശ്വാസങ്ങളൊക്കെ അള്ളാഹുവിൽ അർപ്പിച്ച് വേണം മരിക്കാൻ. മരിക്കുന്നതിന് മുമ്പ് വേണമല്ലോ നമ്മൾ ഈമാനിലേക്കും ഇസ്ലാമിലേക്കും മടങ്ങാൻ. പിന്നെ
വല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഖുർഫ. വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തവർക്ക് സ്വർഗത്തിൽ മാളികകൾ അല്ലാഹു അവരെ താമസിപ്പിക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ. ആ പ്രവർത്തകന്മാരുടെ പ്രവർത്തിക്കുള്ള പ്രതിഫലം വളരെ നല്ലതാണ്. അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ക്ഷമിക്കുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തി ചെയ്തവർക്ക്. നല്ല അമല്, സാലിഹായ അമലുകൾ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയും തവക്കുലൊക്കെ വേണ്ടി വരും. കാലത്തിനും നാടിനും ചുറ്റുപാടിനും ഭൂരിപക്ഷത്തിനും അനുസരിച്ച് നീങ്ങിയാൽ നമുക്ക് പലതും ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. അതൊക്കെ ക്ഷമിച്ചുകൊണ്ടെങ്കിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മടങ്ങണം. ഇനി വലഇൻ സഅൽതഹും മൻ ഖലഖസ് വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ വകഅയ്യിൻ മിൻ ദാബത്തിൻ. എത്രയെത്ര ജീവജാലങ്ങളുണ്ട്. ദാബത്ത് എന്ന് പറഞ്ഞാൽ ദബ്ബ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അരിച്ചു നടന്നു എന്ന്. ജീവജാലങ്ങളെ പറ്റിയാണ് പറയുന്നത്. ദാബത്ത് എന്ന് പറഞ്ഞാൽ ജീവികൾ, മനുഷ്യരടക്കമുള്ള ആളുകൾക്ക് ദാബത്ത് എന്ന് പറയും. മറ്റതിപ്പോൾ മനുഷ്യന് ഇൻസാൻ എന്നും മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് ഹയവാൻ എന്ന് പറയുമെങ്കിലും ഭൂമിയിൽ മൈ യദുബ്ബു അലൽ അർളി, ഭൂമിയിൽ നടക്കുന്ന ഏതെങ്കിലും നിലക്ക് അരിച്ച് നടക്കുന്ന, കാലിൽ നടക്കുന്ന, പറന്ന് ഒക്കെ ജീവികൾക്കൊക്കെ ദാബത്ത് എന്ന് പറയും. ഒക്കെ അയ്യിമ്മിൻ ദാബത്തിൻ, എത്രയെത്ര ദാബത്തുകളാണ്. ലാ തഹ്മിലു റിസ്ഖഹാ, അവയുടെ റിസ്ക് അവർ വഹിച്ചു കൊണ്ടുപോകുന്നില്ല. അല്ലാഹു യർസുഖുഹാ വഇയ്യാക്കും, അല്ലാഹു ആണ് അവക്കും നിങ്ങൾക്കും റിസ്ക് തരുന്നത്. ഇതിൽ അള്ളാഹു പറയുന്നത് ഭൂമിയിൽ എത്രയോ മനുഷ്യന്മാരുണ്ട്. നമ്മൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നമ്മൾ സാഹചര്യങ്ങളോ ചുറ്റുപാടുകളിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഹിജ്റ പോകേണ്ടി വരികയാണെങ്കിലും റിസ്ക് മുട്ടൂല. അള്ളാഹു എങ്ങനെയെങ്കിലും റിസ്ക് തരും. എത്ര ആളുകളുണ്ട് ലാ തഹ്മിലു റിസ്ഖ. സുഫിയാനു സൗരി റഹിമഹുല്ല പറയുന്നുണ്ട്, 3 ജീവികൾ മാത്രമാണ് ഭൂമിയിൽ റിസ്ക് വഹിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ്. അതായത് നമ്മൾക്കിപ്പോൾ കിട്ടുമ്പോൾ തിന്ന് പിന്നാണ് പോകല്ലല്ലേ. നമുക്ക് നാളേക്ക് വേണ്ടിയും മറ്റന്നാൾക്ക് വേണ്ടിയും ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് ജീവിക്കാൻ, 5 തലമുറ ജീവിക്കാനൊക്കെ റിസ്ക് നമ്മൾ ഉണ്ടാക്കി വെക്കും തിന്നാൻ. പക്ഷെ സുഫിയാൻ സൗരി പറയുന്നത് റഹ്മുല്ല, 3 ജീവികൾ, ഒന്ന് മനുഷ്യന്മാർ റിസ്ക് വഹിക്കുന്നു എന്നാണ്. തഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു എന്നാണ്. റിസ്ക് വഹിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് സൂക്ഷിച്ചു വെക്കുന്നു. ലാ യദ്ദഖിറൂന്ന്, സൂക്ഷിച്ചു വെക്കുന്നു. അത് 3 ജീവി. ഒന്ന് മനുഷ്യന്മാർ, മറ്റൊന്ന് ഉറുമ്പുകൾ, മറ്റൊന്ന് എലികൾ. 3 സുഫിയാൻ സൗരി റഹ്മുല്ലാൻ്റെ ഒരു അഭിപ്രായമാണ്, തഫ്സീറിലൊക്കെ കാണാം. അപ്പോൾ ഏതായിരുന്നാലും ഭൂമിയിൽ നാളേക്ക് വേണ്ടി റിസ്ക് സൂക്ഷിച്ചു വെക്കുന്ന അല്പം ജീവികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നേരം വെളുത്താൽ റിസ്ക്കും തേടിയാണ്ട് ഇറങ്ങും, വൈകുന്നേരമാകുമ്പോൾ അത് റിസ്ക് കിട്ടിക്കൊണ്ട് തിരിച്ചു വരും. അങ്ങനെയാണ് എന്നാ പറയുന്നത്. അതാ വകഅയ്യിൻ മിൻ ദാബത്തിൻ, എത്രയെത്ര ജീവികളാണ്, ഭൂമിയിൽ സഞ്ചരിക്കുന്ന ജീവികളാണ്. ലാ തഹ്മിലു റിസ്ഖഹാ, അവയുടെ റിസ്ക് അവർ വഹിച്ചു നടക്കുന്നില്ല. അതായത് ലാ തദ്ദഖിറുഹു, റിസ്ക് നാളേക്ക് വേണ്ടിയുള്ള ആഹാരം സൂക്ഷിച്ചു വെക്കുന്നില്ല. പിന്നെ അല്ലാഹു യർസുഖുഹാ, അല്ലാഹ് അവക്ക് ഭക്ഷണം നൽകുന്നു. ഇപ്പം പക്ഷികളെപ്പറ്റി തവക്കുൽ പറഞ്ഞപ്പോൾ, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ, പടച്ചോനെ ഭരമേൽപ്പിച്ചാൽ ആരാ തരിക? നമുക്ക് തോന്നും നമ്മളിപ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ നമുക്ക് ആരാ തരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ നിങ്ങൾ പക്ഷികൾ കൂട്ടി, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖുത്തയർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന. അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ട വിധം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് അള്ളാഹു ആഹാരം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹു ആഹാരം തരും.
ആ പക്ഷികൾ രാവിലെ തഹ്ദു ഹിമാസ, വയറൊട്ടിക്കൊണ്ടാണ്, ഒട്ടിയ വയറുമായിട്ടാണ് കൂടുകളിൽ നിന്ന് പറന്നു പോകുന്നത്. വതറൂഹു ബിത്വാന, വയറ് നിറച്ചുകൊണ്ടാണ് വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അത് എവിടെ റിസ്ക് എന്ന് ഇന്നലെ കണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി പക്ഷിയെ റിസ്ക് കൊണ്ടുവന്ന് വെക്കണില്ല. അണ്ട് പറന്നു പോകും, പിന്നെ റിസ്ക് അല്ലാഹ് കൊടുക്കും. ഇങ്ങനെ തന്നെയാണ് എല്ലാ ജീവികളും. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ, റിസ്ക് വഹിച്ചുകൊണ്ട് നടക്കാത്ത എത്രയെത്ര ജീവികളുണ്ട്. അല്ലാഹു യർസുഖുഹാ, അള്ളാഹുവാണ് അവർക്ക് ഭക്ഷണം നൽകുന്നത്. വഇയ്യാക്കും, നിങ്ങൾക്കും. ഇത് നമുക്ക് തരുന്നൊരു ഉറപ്പാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ റിസ്ക്കിനൊന്നും പോകാതെ, പണിക്ക് പോകാതെ, നമ്മൾ ജോലിക്കൊന്നും പോകാതെ നമ്മളിങ്ങനെ നാളെ റിസ്ക് ആരെങ്കിലും കൊടുന്ന് വെച്ചിട്ട് കാത്തിക്കണം എന്നല്ല. അവിടെ നബി പറഞ്ഞത് അങ്ങനെയാണ് തവക്കുലാക്കല്ല. നമ്മൾ ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തിട്ട് ബാക്കി തവക്കുലാക്കണം. അപ്പോൾ നമ്മൾ പണിക്ക് പോകണം, ജോലിക്ക് പോകണം. മൻ അംസാ കാല്ലൻ ബി അമലിഹി യുംസി മഗ്ഫൂറൻ ലഹു എന്നൊക്കെ കാണാം ചില വചനങ്ങളിൽ. ഒരാൾ തൊഴിലെടുത്ത് വൈകുന്നേരം ക്ഷീണിതനായിട്ടാണ് ഒരാൾ വൈകുന്നേരമാകുന്നതെങ്കിൽ, വൈകുന്നേരം വരെ പണിയെടുത്ത് എല്ലുമുറുകി പണിയെടുത്ത് ക്ഷീണിച്ചു പോയാൽ യുംസി മഗ്ഫൂറൻ ലഹു, അംസാ മഗ്ഫൂറൻ ലഹു, അവൻ്റെ പാപങ്ങളൊക്കെ അല്ലാഹ് പുറത്തുകൊണ്ടാണ് അവന് വൈകുന്നേരമാകല്. അപ്പം നമ്മൾ പണിയെടുത്ത് എല്ലുമുറുകെ പണിയെടുക്കുന്ന തൊഴിലാളിക്കും, വണ്ടി വലിക്കുന്ന, അതുപോലെ ചുമടേറ്റുന്ന, കന്നുകൂട്ടുന്ന, അതുപോലെയുള്ള മറ്റു ഫാക്ടറി തൊഴിലുകളോടൊക്കെ ഭാരിച്ച തൊഴിലുകളെടുത്ത് വൈകുന്നേരം ക്ഷീണിച്ച് തളരുമ്പോഴേക്കും അവൻ്റെ പാപങ്ങൾ പുറത്തു കാണും എന്നത് വരെ അള്ളാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇനി പൂർവികന്മാരുടെ അമ്പിയാക്കളടക്കമുള്ള ആളുകൾ എല്ല് മുറുക്കി പണിയെടുത്ത് ജീവിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഭക്ഷണം കഴിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ വൈകുന്നേരം വരെ ആടിനെ മേച്ചിട്ട് ജീവിച്ചിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് തൊഴിലെടുക്കണം. പക്ഷേ ആ തൊഴിലെടുക്കുന്നതോടൊപ്പം നമ്മൾ അള്ളാഹുവിലാണ് തവക്കുലാക്കിയാൽ അള്ളാഹു ആ തവക്കുല് സ്വീകരിക്കും. അപ്പോൾ അങ്ങനെ അമല് ചെയ്യുന്ന ആളുകൾ ശ്രമിക്കേണ്ടി വരും, തവക്കുലാക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എത്ര എത്ര ജീവികളുണ്ട്. ആഹാരം അത് ചുമന്നുകൊണ്ട് നടക്കുന്നില്ല. നമ്മളൊക്കെ ആഹാരം ചുമന്നുകൊണ്ട് കന്നു 10 തലമുറക്കുള്ള ആഹാരം ഏറ്റി വലിച്ച് അതിൻ്റെ കണക്കും കൊയ്യേറ്റ് ഇങ്ങനെ നടക്കേണ്ട അടി കൂടിയാണ് നമ്മളാണ് മരിച്ചു പോലെ. അങ്ങനൊന്നും അല്ലല്ലോ അധിക ജീവികളും. അതാ അല്ലാഹു യർസുഖുഹാ വഇയ്യാക്കും വഹുവസ് സമീഉൽ അലീം, എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ടവൻ. വലഇൻ സഅൽതഹും, അവരോട് നീ ചോദിക്കുകയാണെങ്കിൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ഈ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വചനമുണ്ട്. അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അയ്യുഹന്നാസ്, മനുഷ്യരെ, നബി ഒരിക്കൽ വിളിച്ചു പറയാണ് ജനങ്ങളോട്, ലൈസ മിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്നത്തി വയുബായിദുക്കും മിനന്നാർ, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് അനിന്നാർ, നരകത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങളോട് പറയാതെ വിട്ടിട്ടില്ല. അത് നബിയുടെ സുന്നത്ത് അങ്ങനെയാണ്. നമുക്ക് സ്വർഗം കിട്ടുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ അമലുകളും അള്ളാൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പുറമെ നമ്മളൊരു പുതിയ അമല് കണ്ടെടുത്തിയിട്ട് അതിന് കൂലി കിട്ടുമെന്ന് വിചാരിക്കണ്ട. വലൈസ മിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൻ നാരി വയുബായിദുക്കും അനിൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന, നരകത്തിനോട് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ നിങ്ങളോട് ഇല്ലാ നഹൈതുക്കും അന്നു, നിങ്ങളോട് ഞാൻ വിരോധിക്കാതെയും പോയിട്ടില്ല. അതാണ് റസൂൽ നബിയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്തിൻ്റെ ഒരു പ്രത്യേകത, നബി എന്തൊക്കെ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നോ അതാണ് സുന്നത്ത്. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. നബി നമുക്ക് പാടില്ലെന്ന് എന്തൊക്കെ പറഞ്ഞോ അതൊന്നും നമുക്ക് പാടുമില്ല. എന്നിട്ട് നബി പറഞ്ഞു, വ ഇന്ന റൂഹൽ അമീൻ, വിശ്വസ്താത്മാവായ ജിബ്രീൽ ഖദ് നഫസ ഫീ റൂഹി, എൻ്റെ മനസ്സിലേക്ക് വഹി നൽകിയിട്ടുണ്ട്, അന്നഹു ലൈസ മിൻ നഫ്സിൻ തമൂത്ത്, ഒരാളും മരിക്കുകയില്ല, ഹത്താ യസ്തൗഫിയ റിസ്ഖഹ, അതിന് അല്ലാഹു തആല ആ ഒരു നഫ്സിന്
അള്ളാഹു നിശ്ചയിച്ച റിസ്ക് പൂർത്തിയായി ആസ്വദിക്കുവോളം അത് തിന്നു തീർക്കുവോളം മരിക്കൂല. പഠിച്ചോ നമുക്ക് ഏകിയ, നമ്മൾ പറയാറുണ്ടല്ലോ, ഏകിയത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് വിധിച്ചിട്ടുള്ള റിസ്ക് തിന്ന് കഴിഞ്ഞിട്ടേ നമ്മൾ മരിക്കൂ. എന്നിട്ട് പറയാണ് ഫത്തഖുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വ അജ്മിലു ഫി തലബി, റിസ്ക്കിന് വേണ്ടി നിങ്ങൾ നല്ല നിലക്ക് അധ്വാനിക്കണം. അതായത് കട്ടും കവർന്നും കളവ് പറഞ്ഞും എങ്ങനെയെങ്കിലും ജോലി എടുക്കാതെ ശമ്പളം വാങ്ങിയും കൂലി വാങ്ങിയും അങ്ങനെയൊന്നും നിങ്ങൾ റിസ്ക് തേടരുത്. അജ്മിലു എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക്, ഏറ്റവും മുന്തിയ നിലക്ക് റിസ്ക്കിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, അള്ളാഹിനെ സൂക്ഷിക്കുകയും ചെയ്യണം. വലാ യഹ്മിലന്നകും ശൈത്വാനു വലാ യഹ്മിലന്നകും ഇസ്തിബ്താഉർ റിസ്ഖി അൻ തത്ലുബൂഹു ബിമആസില്ലാ. ഒരാൾക്ക് റിസ്ക് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, തൻ്റെ കുട്ടികൾക്കും തനിക്കും ജീവിക്കാൻ ആവശ്യമായ റിസ്ക് കിട്ടുകയില്ല എന്ന് തോന്നുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ മാർഗത്തിൽ കൂടി റിസ്ക് തേടാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. നമുക്ക് കിട്ടുന്ന കൂലി കൊണ്ടോ ശമ്പളം കൊണ്ടോ ഈ കച്ചവടം കൊണ്ടോ എൻ്റെ കുട്ടികളെയും മക്കളെയും കാര്യങ്ങളും പ്രാരാബ്ദങ്ങളും ദാരിദ്ര്യവും തീരൂല, ഇങ്ങനെ ഹലാലും ഹറാമൊക്കെ നോക്കിയാലും തീരൂല എന്ന് കരുതി ഹറാമായ മാർഗത്തിൽ കൂടി ഒരിക്കലും നിങ്ങൾ റിസ്ക് തേടാൻ പാടില്ല. ഫഇന്നഹു ലാ യുദ്രികു മാ ഇൻദല്ലാഹ് ഇല്ലാ ബിതാഅത്തിഹി, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള റിസ്ക് അള്ളാഹുവിനെ അനുസരിച്ചത് കൊണ്ടല്ലാതെ അവന് കിട്ടുകയില്ല. നമ്മൾ റിസ്ക്കിൻ്റെ കാര്യത്തിൽ അള്ളാഹ് എല്ലാവർക്കും റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. ആ റിസ്ക് കണക്കാക്കിയത് തിന്ന് തീർന്നിട്ടേ നമ്മൾ മരിക്കുള്ളൂ. അപ്പോൾ പിന്നെ റിസ്ക്, നല്ല റിസ്ക് കിട്ടണം, നല്ല നിലയ്ക്ക് നമ്മൾ റിസ്ക്കിന് വേണ്ടി അധ്വാനിക്കണം. അതല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മായസി തെറ്റുകൾ ചെയ്തുകൊണ്ട് റിസ്ക് സമ്പാദിക്കാൻ കഴിയില്ല. കാരണം ഈ റിസ്ക്കിനേക്കാളും പ്രധാനമായത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വർഗമാകുന്ന റിസ്ക്കാണ്, അവിടെയുള്ള റിസ്ക്കാണ്. ആ റിസ്ക് മഅസിയത്ത് കൊണ്ട് ത്യാഗത്ത് കൊണ്ടല്ലാതെ കിട്ടൂല, അള്ളാഹിനെ അനുസരിച്ചത് കൊണ്ടല്ലാതെ ആ റിസ്ക് കിട്ടൂല. അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ റിസ്ക് വേണ്ടത്. ഇവിടുത്തെ റിസ്ക്കിനേക്കാളും നമുക്ക് വേണ്ടത് പടച്ചവൻ്റെ അടുക്കലുള്ള റിസ്ക്കാണ്. അത് അള്ളാഹുവിന് താഴത്ത് ചെയ്താലേ കിട്ടൂ. അതാണ് ഇനി പറയാൻ പോകുന്നത്. വല ഇൻ സഅൽതഹും, അവരോട് നീ ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, വസഖറ ശംസ, സൂര്യനെ കീഴ്പ്പെടുത്തിയവൻ. സഖറ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തി, അതായത് മനുഷ്യൻ്റെ, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ആവശ്യമായ രൂപത്തിൽ അള്ളാഹു സൂര്യനെ കീഴ്പ്പെടുത്തി. അത് നല്ല ചൂടുള്ള സമയം, ഉദിക്കുന്ന സമയം, അസ്തമിക്കുന്ന സമയം, സൂര്യൻ പറ്റ ഭൂമിയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയം, ഇരുട്ടാകുന്ന സമയം, അതൊക്കെ മനുഷ്യ ജീവിത സന്ധാരണത്തിന് വേണ്ടി അള്ളാഹ് കീഴ്പ്പെടുത്തിയതാണ്. വസഖറ ശംസ വൽ അർള വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയവനും ആകാശഭൂമികളെ സൃഷ്ടിച്ചവനും ആരാണ് എന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും. ലാമിന് ലമ്മാണ്. ലയഖൂലന്ന എന്ന് പറഞ്ഞാൽ അവൻ പറയുക തന്നെ ചെയ്യുന്നു. ലാമിന് ഫത്തഹാകുമ്പോൾ അവൻ പറയുന്ന, നേരെ മറിച്ച് ലാമിന് ലമ്മാകുമ്പോഴാണ് ലയഖൂലൂനന്ന അതിൻ്റെ ശരിയായ ഭാഗം. ലയഖൂലൂന, തീർച്ചയായും അവർ പറയും. അതാണ് ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും. അള്ളാഹുവാണ്. ആരാ ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശത്തെ സൃഷ്ടിച്ചത്, സൂര്യനെ കീഴ്പ്പെടുത്തി തന്നത്, ചന്ദ്രനെ കീഴ്പ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞാൽ ചന്ദ്രനും ഭൂമിയും മനുഷ്യൻ്റെ ജീവിതത്തിലും കാലാവസ്ഥകൾക്കൊക്കെ മാറി മാറി കാലാവസ്ഥകളൊക്കെ വരുന്ന വിധത്തിൽ ചന്ദ്രനും സൂര്യനും അതുപോലെ ആകാശഭൂമികളൊക്കെ അല്ലാഹു തആല ഇവിടെ സംവിധാനിച്ച് തന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന മുശ്രിക്കീങ്ങൾ പോലും പറയും അള്ളയാണ്. ഫഅന്നാ തുഫകൂൻ, പിന്നെ എങ്ങനെയാണ്, ഫഅന്നാ യുഫകൂൻ, പിന്നെ എങ്ങനെയാണ് അവർ അള്ളാഹുവിൻ്റെ ആരാധനയിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അഫക്ക എന്ന് പറഞ്ഞാൽ തെറ്റിച്ചു, സർഫ തിരിച്ചു കളഞ്ഞു എന്നാണ്. ഫഅന്നാ യുഫകൂൻ, പിന്നെ എങ്ങനെയാണ് അവർ തിരിക്കപ്പെടുന്നത്, തെറ്റിക്കപ്പെടുന്നത്?
കാരണം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവന്. സൂര്യനും ചന്ദ്രനുമാണ് മനുഷ്യൻ്റെ വെളിച്ചത്തിൻ്റെയും ഭൂമിയിലെ ആഹാരങ്ങൾ അന്നങ്ങളുണ്ടാക്കുന്നതിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനപരമായി അതിന് സഹായകമാകുന്ന മറ്റു ഗ്രഹങ്ങൾ, അതുപോലെ നക്ഷത്രങ്ങളും. അപ്പോൾ അതൊക്കെ അള്ളയാണ് സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ അള്ള അല്ലാത്ത ആളുകളിൽ നിന്ന് റിസ്ക് കിട്ടുമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ആരാധനയിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് വിശാലമാക്കി കൊടുക്കും. ബസത്ത എന്ന് പറഞ്ഞാൽ വിശാലമാക്കിയെന്ന്, ബിസാത്ത് എന്ന് പറഞ്ഞാൽ വിരിപ്പാണ്, വിരിപ്പ്. അപ്പം യബ്സുത്തുർ റിസ്ഖ, അള്ളാഹു യബ്സുത്തുർ റിസ്ഖ, അള്ളാഹു റിസ്ക് വിശാലമാക്കി കൊടുക്കും. ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് വിശാലമായി കൊടുക്കും. അത് മൂമിനെന്നോ അവിശ്വാസിയെന്നോ വിശ്വാസിയെന്നോ ഒന്നും വ്യത്യാസമില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണെന്നോ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളാണെന്നോ മഹാ തോന്നിവാസിയാണെന്നോ അങ്ങനൊന്നും വ്യത്യാസമില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അത് അള്ളാഹുവിൻ്റെ ഒരു മശീഅത്തുണ്ട്. ചിലപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, വെല്ലുവിളിക്കുന്ന, അള്ളാഹുവിനെ വെല്ലുവിളിച്ച് നടക്കുന്ന മഹാ അപകടകാരിയായ ഒരു മനുഷ്യനായിരിക്കും അള്ളാഹു അവന് റിസ്ക്, സുഖമായ റിസ്ക് കൊടുക്കും. ചിലപ്പോൾ മറ്റൊരാൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മതയും ഹറാമും ഹലാലും സൂക്ഷിച്ച് ഭക്തനായി നടക്കുന്നവനായിരിക്കും. ചിലപ്പോൾ അവന് എന്നും ദാരിദ്ര്യമായിരിക്കും. അതെന്താ? അത് അള്ളാഹുവിൻ്റെ ചില നടപടിച്ചട്ടങ്ങളാണ്. അള്ളാഹു യബ്സുത്തുർ റിസ്ഖ, അള്ളാഹു റിസ്ഖ് വിശാലമാക്കി കൊടുക്കും. ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. പിന്നെ മിൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്ന്. വയഖ്ദിറു ലഹു, അടിമകളിൽ നിന്ന് ചിലർക്ക് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ചുരുക്കി കൊടുക്കുകയും ചെയ്യും. ഖദറ എന്ന് പറഞ്ഞാൽ ചുരുക്കി എന്നർത്ഥമാണ്, കണക്കാക്കി കൊടുക്കുക. ഖദറിനെ മഹാ കണക്കാക്കി കൃത്യമാക്കി കൊടുക്കും, അല്ലെങ്കിൽ വളരെ ചുരുക്കി കൊടുക്കും, പിടിച്ചു കൊടുക്കും. ശരിക്കും കൈ മുറുക്കി പിടിച്ചിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ അധികമായി കൊടുക്കൂല, ചിലപ്പോൾ വിശാലമാക്കി കൊടുക്കും. അമ്പിയാക്കന്മാർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി തന്നെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാമല്ലോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇൻ കുന്നാ ലനൻതളിറു ഇലൽ ഹിലാൽ സുമ്മൽ ഹിലാൽ സുമ്മൽ ഹിലാൽ വമാ ഊഖിദ ഫീ അബിയാത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാറും ഖത്തു വ ഇന്ന ഇൻദഹു ലതിസ്ഉ നിസ്വ. 3 ചന്ദ്രക്കലകൾ 2 മാസമാണല്ലോ 3 ചന്ദ്രക്കല കാണാൻ. 3 ചന്ദ്രക്കലകൾ കാണുന്ന അത്ര കാലം ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നബിയുടെ വീട്ടിൽ നബിയോടൊപ്പം 9 അംഗങ്ങളുണ്ടായിട്ട് പോലും ആ വീട്ടിൽ തീ പൂട്ടിയിട്ടില്ല, തീ കത്തിച്ചിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു പിന്നീട് നിങ്ങൾ തിന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അസ്വദാനി, പച്ചവെള്ളവും കാരക്കയും മാത്രമാണ്. അസ്വദ് പറഞ്ഞാൽ കറുത്തത് എന്നാ, കറുത്ത 2 എന്ന് അവർ അസ്വദാനി എന്ന് പറഞ്ഞാൽ കാരക്കും, അതായത് കാരക്ക ഉണങ്ങി ചുങ്ങിയാൽ കറുത്തിരിക്കും. പിന്നെ പച്ചവെള്ളവുമാണ് ഞങ്ങൾ കുടിച്ചിരുന്നത്. അപ്പോൾ റസൂലിന് പോലും അല്ലാഹു തആല പലപ്പോഴും റിസ്ക് വിശാലമാക്കി കൊടുത്തിട്ടില്ലല്ലോ. നമ്മളൊക്കെ ജീവിതത്തിൽ ഇത്ര കാലമായിട്ട് അങ്ങനത്തെ ഒരു 2 മാസം പോയിട്ട് ഒരു ദിവസം പോലും ഒരു കാരക്കയും വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചവെള്ളം കുടിച്ച് എന്തെങ്കിലും തിന്നേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലല്ലോ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ട്. ഷൈബ് അബി താലിബിൽ പച്ചിലകൾ തിന്നിരുന്നു നബി. അത് പിന്നെ റിസാലത്തിൻ്റെ മുമ്പാണ്. പ്രവാചകനായതിൻ്റെ ശേഷം തന്നെയാണ്. അതായത് മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ മുമ്പാണ്. ഹിജറയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ മക്കയിൽ ഏതായിരുന്നാലും ദാരിദ്ര്യവും പേടിയും ഇതൊക്കെയായിരുന്നു. എന്നിട്ട് പച്ചിലകൾ തിന്നിട്ട് ആട്ടിൻ കാഷ്ടം പോലെയായിരുന്നു അവർ കാഷ്ടിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഹിജറയ്ക്ക് മുമ്പുള്ള കാലഘട്ടം തന്നെ. പിന്നെ മദീനത്തിലെത്തിയപ്പോഴാണ് ഒരു സമൃദ്ധി ഉണ്ടായത്. ആ സമൃദ്ധി ഉണ്ടായിട്ട് പോലും ഷൈബ് അബീ താലിബിൽ പിന്നെ ഏതായിരുന്നാലും എല്ലാവരും നബിൻ്റെ ശത്രുക്കളാന്ന് വിചാരിക്കുക. മദീനത്ത് എല്ലാവരും ഉണ്ടല്ലോ, എന്നിട്ട് പോലും നല്ല ഭക്ഷണം നബി കഴിച്ചിട്ടില്ല. ഇനി ചില ഹദീസുകളിൽ കാണാം തരി കളഞ്ഞ നേർത്ത
ഒരു പത്തിരി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറ് നിറച്ച് ജീവിതാവസാനം വരെ തിന്നിട്ടില്ല. അപ്പം അത്രമാത്രം ദാരിദ്ര്യം, അല്ലാഹു തആല ദാരിദ്ര്യം കൊടുക്കുക എന്നുള്ളത് അത് ഒരു മനുഷ്യന്മാരുടെ പ്രവർത്തനത്തിൻ്റെ മോശം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ സമൃദ്ധിയും ഐശ്വര്യവും കൊടുക്കുക എന്നുള്ളത് അള്ളാഹു അവൻ്റെ നന്മ കൊണ്ടോ ആവണമെന്നില്ല. നേരെ മറിച്ച് അള്ളാഹു യബ്സുത്തു റിസ്ഖ, അള്ളാഹു റിസ്ഖ് വിശാലമാക്കി കൊടുക്കും. ലിമൻ യശാഉ മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയഖ്ദിറു ലഹു, അവനെ ചുരുക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അത് അവൻ്റെ ചില അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റുന്നതും കുറയുന്നതുമെല്ലാം. വലഇൻ സഅൽതഹും, അവരോട് നീ ചോദിച്ചു നോക്കുകയാണെങ്കിൽ, മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് ആരാണ് വെള്ളം ഇറക്കി തന്നവനെന്ന്, ഫഅഹിയ, അതുകൊണ്ട് ഹയാത്ത് നൽകി, ജീവൻ നൽകി, ബിഹി, ആ വെള്ളം കൊണ്ട്, അൽ അർള, ഭൂമിക്ക്, മിൻ ബഅദി മൗതിഹ, അതിൻ്റെ മരണശേഷം. ഭൂമിയുടെ മരണം എന്ന് പറഞ്ഞാൽ വറ്റി വരണ്ട് ഉണങ്ങി ആകെ കൂടിയും ക്ഷാമം ബാധിച്ച ഒരു അവസ്ഥയ്ക്ക് ശേഷം വെള്ളം ഭൂമിയിൽ ഇറങ്ങി മഴ പെയ്ത് എന്നിട്ടതിന് ജീവം വെച്ച് നല്ല കായ്കളും പുഷ്പങ്ങളും ഒക്കെ ഉണ്ടാക്കി തരുന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അള്ളാഹുവാണ്. അപ്പോൾ അവർക്ക് നല്ലോ അറിയ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പഠിച്ചവനാ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് അള്ളാഹു അല്ലാത്ത ഇവരൊക്കെ വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരൊക്കെ മഹാന്മാരും വലിയ അള്ളാഹുവിൻ്റെ മുഖറബുകളുമാണ്. അവരുടെ മുഖേനയല്ലാതെ നമുക്ക് അള്ളാഹുവിനെ സമീപിക്കാൻ നമ്മളായിട്ടില്ല എന്ന അറിവുകേടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരൊക്കെ മഹാന്മാരാണ്, അവർ മുഖേന നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് സമീപിക്കാം. എന്നാൽ അള്ള പറഞ്ഞതോ, നിങ്ങൾ ആരും ഇടയിൽ വെക്കേണ്ടതില്ല, എന്നോട് മാത്രം നിങ്ങൾ വിളിച്ചു തേടുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. വലഇൻ സഅൽ വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അവൻ്റെ തൊട്ടടുത്തുണ്ട്. ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഇദാ ദഅനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. അള്ളാഹ് എങ്ങനെയാണ് പരിചയപ്പെടുത്തി തന്നത്? ഞാനൊരു ഉന്നത സ്ഥാനത്തിരിക്കുകയാണ്, ആരെങ്കിലും ശുപാർശ വെച്ചുകൊണ്ട് ഇടയാളന്മാരാക്കി നിങ്ങൾ എൻ്റെ അടുത്ത് വരി ചോദിക്കുന്നല്ല പറഞ്ഞത്, എന്നോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നവൻ. അപ്പോൾ അള്ളയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭൂമി നിയന്ത്രിക്കുന്നത്, മഴ ഇറക്കിത്തരുന്നത്, ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എങ്കിൽ ആ അള്ളാഹുവിനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടതും അവനോട് തന്നെയാണ് ചോദിക്കേണ്ടതും. അതാണ് ലയഖൂലുന്നല്ലാഹ്, ഖുൽ, പറയുക, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പം നിങ്ങളും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഇതിൻ്റെയൊക്കെ പ്രപഞ്ചനാഥനും സൃഷ്ടാവും രക്ഷകനുമായ അള്ളാഹുവിനാണ് നമ്മൾ സർവസ്തുതിയും. ആ സ്തുതി നിങ്ങളും കൊടുക്കണം. ബൽ, പക്ഷേ, അക്സറുഹും ലാ യഖിലൂൻ, അവരിലധിക പേരും ചിന്തിക്കുന്നില്ല. ആലോചിച്ച് നോക്കിയാൽ ശരിക്കും അവർക്ക് അറിയാമായിരുന്നു ഇതൊക്കെ തരുന്നോണെന്നല്ലേ നമുക്ക് റിസ്ക്കും തരുന്നത്, ഈ ഭൂമിയൊക്കെ സൃഷ്ടിച്ചവനെ കൊണ്ടല്ലേ നമുക്ക് രക്ഷ നൽകാൻ കഴിയുള്ളൂ എന്ന്. അത് ചിന്തിക്കണില്ല അവർ. ഒമാഹാദിഹിൽ ഹയാത്തുദ്ദുന്യ, ഒമാഹാദിഹിൽ ഹയാത്തുദ്ദുന്യ, ഇഹലോക ജീവിതം. അദ്ദുന്യ എന്ന് പറഞ്ഞാൽ അടുത്തത് എന്നാണ്, ആഖിറ മറ്റേത്. അപ്പോൾ ഇവിടെ അടുത്ത ജീവിതം എന്ന് പറഞ്ഞാൽ ഇഹലോകം. ഒമാഹാദിഹിൽ ഹയാത്തുദ്ദുന്യ, ഈ ഇഹലോക ജീവിതം അല്ല, ഇല്ലാ ലഹുവുൻ വലഇബുൻ, കളിയും തമാശകളുമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഈ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് ലഹുവും ലായിബും, അതിൽ നമുക്ക് അനുവദിച്ചതുമുണ്ട് അനുവദിക്കാത്തതുമുണ്ട്. കുറച്ച് കളികളും തമാശകളും എന്ന് പറഞ്ഞാൽ ഗൗരവതരമായ ഹൃദയത്തിന് സന്തോഷമുണ്ടാക്കുന്ന കളിയും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും, അത് മാത്രമാണ് ഈ ലോകം യഥാർത്ഥത്തിലുള്ള. അത് കുറച്ചങ്ങണ്ട് കളിച്ച് ചിരിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട് മഹാന്മാരായ ആളുകൾ, ചിരിക്കുന്ന മനുഷ്യൻ എത്ര കാലം ചിരിക്കും? കുറച്ചു നേരമല്ലേ ചിരിക്കുള്ളൂ.
പിന്നെ അവൻ്റെ ചിരി മാറൂലേ, പിന്നെ അവന് ചിരിക്കാൻ തോന്നൂല്ലോ, പിന്നെ മറ്റൊരിക്കൽ ചിരിക്കും. ചിലപ്പോൾ കുറേ ചിരിക്കുമ്പോൾ അവന് കരയേണ്ടി വരും. അങ്ങനെ കരയുന്ന ഒരാൾ, എന്നും കരയുന്ന ആളാരാ ഭൂമിയിലുള്ളത്? ദുഃഖിച്ച് കരയുന്ന ഒരാൾ, എന്നും കരഞ്ഞ് കരഞ്ഞു പോകുന്ന ഒരാളില്ലല്ലോ. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സമാധാനമാവും. അതുപോലെ എന്നും ആഹ്ലാദിച്ച് ചിരിക്കുന്ന ആളുണ്ടോ? ഈ കാണുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ലഭിച്ച ആളുകൾക്ക് എന്നും ജീവിതത്തിൽ ഉള്ളും പുറവും വളരെ ആഹ്ലാദവും ആർഭാടവും കളിയും ചിരിയും അങ്ങനെയാണോ ഉള്ളത്? അല്ലല്ലോ. ഓർക്കും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ ഇന്നദ്ദാറൽ ആഖിറത, തീർച്ചയായും ആഖിറത്തിലെ വീട്, പരലോകം, ലഹിയൽ ഹയവാൻ, അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം, നിത്യമായ ജീവിതം. ഇവിടെ ഉള്ളതൊന്നും ലഹുവും ലായിബൊക്കെ, നമുക്ക് അനുവദിച്ച ലഹുവുകളും ലായിബുകളും ഉണ്ട്. ചിരിക്കാനും കളിക്കാനും അതുപോലെ തമാശ പറയാനും ആഹ്ലാദിക്കാനും ഒക്കെ അള്ളാഹു ഹലാലായ വഴി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വരെ ആ തമാശകളും കളികളും ചിരിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഭാര്യയും നബിയും ആയിഷ ബീവിയും നബിയും കൂടി ഓട്ടമത്സരം നടത്തുന്നത് അവിടുത്തെ ജീവിതത്തിൽ കാണാം. അതുപോലെ ചിരിക്കുന്നതും ചിരിപ്പിക്കുന്നതും കാണാം. പല തരത്തിലും അതൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ? അത് കുറച്ച് നേരമൊക്കെ ചിരിക്കും, പിന്നെ അത് മാറും, പിന്നെ നമുക്ക് കുറച്ച് കരയേണ്ടി വരും, അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ചിരിയാകും. ഇത് ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അത് നിലനിൽക്കല്ല, ദായിമല്ല. എന്നാലോ മാഹാദിഹിൽ ഹയാത്തു ദുന്യ, ഇഹലോക ജീവിതം അല്ല ഇല്ലാ ലഹുവുൻ വലായിബുൻ, കളിയും തമാശയുമല്ലാതെ മറ്റൊന്നുമല്ല. വ ഇന്നദ്ദാറൽ ആഖിറത, എന്നാൽ ആഖിറത്തിലെ വീട് ലഹിയൽ ഹയവാൻ, അതാണ് സ്ഥിരമായ, യഥാർത്ഥത്തിൽ സ്ഥിരമായിട്ടുള്ള ജീവിതം എന്ന് പറയും. ഹയവാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷയിൽ ജീവി എന്നുള്ള അർത്ഥമുണ്ട്. ഹയവാന് അൽ അസദു ഹയവാനുൻ, സിംഹം ഒരു ജീവിയാണ്. ഇവിടെ ആ അർത്ഥത്തിലല്ല. ഇവിടെ ഹയവാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതം ആഖിറത്തിലാണ്. അവിടെ ചിരിക്കുകയാണെങ്കിൽ പിന്നെ കരയേണ്ടി വരില്ല. ശാശ്വതമായ സുഖസന്തോഷങ്ങളായിരിക്കും. അവരെ കരയുകയാണെങ്കിൽ നരകത്തിലിട്ട് പോയാൽ പിന്നെ ചിരിക്കാൻ അവസരമില്ല. ഖാലിദീന ഫിഹാ, ശാശ്വതമായ നരകവുമായിരിക്കും. അപ്പം വിശ്വാസികളായ ആളുകൾക്ക് ഒരിക്കലും ദുഃഖിക്കാനോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഭയമോ ദുഃഖമോ ജീവിതത്തിൽ ഒരിക്കലും ദാറുൽ ആഖിറത്തിൽ വരില്ല. അതാണ് അൽ ഹയാത്തുദ്ദായിമ, നിത്യജീവിതം. എന്നാൽ നരകത്തിൽ കടക്കുന്നവർക്കോ ഒരിക്കലും ആശ്വസിക്കാനും സന്തോഷിക്കാനും അവസരം കിട്ടില്ല. ലഹും ഫിഹാ സഫീറും വശഹീഖ്, അവർക്ക് തേങ്ങലുകളും അട്ടഹാസങ്ങളും മാത്രമേ നരകത്തിലുണ്ടാവുകയുള്ളൂ. നമുക്കിവിടെ ജീവിതത്തിൽ അട്ടഹാസങ്ങളും തേങ്ങലുകളും തൽക്കാലം ഉണ്ടെങ്കിൽ കുറച്ച് ചെയ്യുമ്പോൾ അത് ചെറിയും കളിയുമായി മാറും. ചിലപ്പോൾ ചെറിയും കളിയും ഉണ്ടാവുമ്പോൾ അത് പിന്നെ കരച്ചിലായി മാറും. ഇവിടെ അസ്ഥിരമാണ് ജീവിതം. വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, ആഖിറത്തിലെ ലോകം അതാണ് യഥാർത്ഥമായ സ്ഥിരമായ ജീവിതം. ലൗ കാനൂ യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അവർ ശരിക്കും അറിയുകയാണെങ്കിൽ അതാണ് ഇവിടുത്തേതിമേൽ താൽക്കാലികമായ ചെറിയിൽ, താൽക്കാലികമായ കരച്ചിലിൽ അത് സ്ഥിരമായി നിൽക്കുന്നതല്ല എന്ന ജീവിതത്തിനെ പറ്റി മൊത്തം അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഫഇദാ റകിബൂ, റക്കിബ എന്ന് പറഞ്ഞാൽ കയറിയെന്ന്, വാഹനത്തിൽ കയറുന്നതിനാണ് റക്കിബ എന്ന് പറയാം. അതാണ് മർക്കബ് എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണ്, വാഹനം. ഫഇദാ റകിബൂ ഫിൽ ഫുൽകി, അവർ കപ്പലിൽ കയറിയാൽ, അതായത് ഇതൊക്കെ സൃഷ്ടിക്കുന്നത് അള്ളാഹ് എന്ന് പറയും, എന്നാലോ ആരാധന അള്ളാഹ് അല്ലാത്തവരോട് ചോദിക്കും ചെയ്യും. ഇനി അവരുടെ മറ്റൊരു വൈരുദ്ധ്യം ജീവിതത്തിൽ, അവരല്ലാഹു അല്ലാത്തവരാണ് അവരെ രക്ഷിക്കാനുള്ളത് എന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഫൈദാ റക്കിബൂ ഫിൽ ഫുൽകി, അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ ദഅവുല്ലാഹ,
അള്ളാഹുവിനെ അവർ ദുആ ചെയ്യും, അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യും. കപ്പൽ കയറിയാൽ പിന്നെ അന്നത്തെ കപ്പലല്ലേ, കാറ്റും കോളും പിടിച്ച് കപ്പലിങ്ങനെ കയറിയാൽ കടൽ കാണുമ്പോൾ പഠിച്ചോനെ പഠിച്ചോനെ എന്ന് അള്ളാഹ് മാത്രമേ ഉള്ളൂ. അവിടെ ലാത്തനെയും ഉസ്സനെയും അല്ലെങ്കിൽ ബദരീങ്ങളെയും മഹാന്മാരെയും അല്ലെങ്കിൽ ഷെയ്ഖന്മാരെയും കോജാക്കന്മാരെയും ഒന്നും വിളിക്കൂല. ദഅവുല്ലാഹ. ഇക്രിമത്ത് ബിൻ അബീ ജഹലിൻ്റെ ഒരു സംഭവമുണ്ട് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായിരുന്നല്ലോ അബൂജഹൽ. തബ്ബത് അബൂലഹബിനെ പോലെ തന്നെ അബൂജഹലും ഹക്കം ഇബ്നു ഹിഷാം എന്ന് പറയുന്ന അബൂജഹൽ നബിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ആ ശത്രുത ബാപ്പയിൽ നിന്ന് മകനും ഉൾക്കൊണ്ടുകൊണ്ട് നബിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. മക്ക വിജയിച്ചപ്പോൾ, മക്ക വിജയം ഹിജ്റ 8-ാം കൊല്ലത്തിലാണ്. മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴടങ്ങിയപ്പോൾ കുറച്ച് 4 ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് കൊടുത്തില്ല. എല്ലാ മുശ്രിക്കീങ്ങൾക്കും മാപ്പ് കൊടുത്തു. നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ വരാം, അല്ല ഇസ്ലാമിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിർക്ക് തന്നെ ആണെങ്കിൽ മക്കത്ത് നിൽക്കാൻ പറ്റൂല, ഇത് ഇസ്ലാമിൻ്റെ രാജ്യമായി മാറിയിരിക്കുന്നു. അവരോട് പോകാൻ പറഞ്ഞു. ഇത് ഹബു അൻതുമുത്തുലക്ക, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾക്ക് മോചനം തരാം, വിട്ടു. പക്ഷേ 4 ആൾക്ക് മാപ്പ് കൊടുത്തില്ല, അവരെ വിടൂല. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകി. ആ മാപ്പ് കൊടുക്കാത്ത 4 ആളിൽപ്പെട്ട ഒരാളാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. അദ്ദേഹം ഒളിച്ചോടി. അബിസീനിയയിലേക്ക് പോകാൻ വേണ്ടിയാണ് അദ്ദേഹം കടൽ തീരത്തെത്തിയത്. അബിസീനിയയിലെ കടലിൻ്റെ വക്കത്ത് വരെ എത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെയും തെരഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ ഉമ്മുഹക്കമായിരുന്നു. ഉമ്മുഹക്കം റളിയല്ലാഹു അൻഹ. അവരല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു, അവർ റസൂലിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഭർത്താവ് ഇങ്ങനെയായിപ്പോയി, എന്താ ചെയ്യുക? അവർ വളരെ ദുഃഖത്തിലായിരുന്നു. അപ്പോൾ മക്കാ ഫതഹിൻ്റെ സമയത്ത് ഉമ്മുഹക്കം നബിയോട് വന്ന് പറഞ്ഞു, നബി, എൻ്റെ ഭർത്താവ് താങ്കൾ മാപ്പ് കൊടുക്കാത്തവരുടെ കൂട്ടത്തിലാണ്, അദ്ദേഹത്തിനെ കാണാനില്ല. നിങ്ങൾ അദ്ദേഹത്തെ ഞാൻ എവിടെ നിന്നെങ്കിലും എനിക്ക് പിടിച്ചു കൊണ്ടുവന്ന് അനുനയിപ്പിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾ അദ്ദേഹത്തിന് അമാന് കൊടുക്കണം, നിർഭയത്വം കൊടുക്കണം. നബി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ കൊടുത്തോളാം, ഇജ്ജ് പിടിച്ചോണ്ടവരെ. കാരണം ഉമ്മുഹക്കമിനോടുള്ള ആ ഒരു ആദരവ് കൊണ്ട് ആ സ്ത്രീ അത്രമാത്രം ഇക്രിമത്ത് ബിൻ അബീ ജഹലിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടിരുന്നു. അവസാനം അവർ തെരഞ്ഞുപോയി. ദീർഘമായ മരുഭൂമിയിൽ യാത്ര ചെയ്ത് എത്യോപ്യയിലേക്ക് അബിസീനിയയിലേക്ക് കടക്കാൻ വേണ്ടി കപ്പലും കാത്തിരിക്കുന്ന ഇക്രിമത്ത് ബിൻ അബീ ജഹലിനെ കണ്ടുമുട്ടി, ഭർത്താവിനെ കണ്ടുമുട്ടി. കപ്പിത്താൻ കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് അയാൾ വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇക്രിമത്ത് അബീ ജഹലിനോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഭാര്യ പറഞ്ഞു, ഉമ്മുഹക്കം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോരൂ, റസൂല് നിങ്ങൾക്ക് നിർഭയത്വം നൽകിയിട്ടുണ്ട്, പേടിക്കണ്ട, പോന്നോളി, എൻ്റെ കൂടെ പോരാം, നിർഭയത്വം നൽകി. ആ വാക്ക്, ഭാര്യൻ്റെ വാക്കും കേട്ട് അദ്ദേഹം തിരിച്ച് വന്നു എന്നാണ് പറയുന്നത്. അതിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഇക്രിമത്ത് ബിൻ അബീ ജഹലിനെ മാറി ചിന്തിപ്പിച്ചൊരു സംഭവം. അത് മറ്റൊരു രൂപത്തിലുള്ള ചരിത്രം പറയുന്നു. അദ്ദേഹം കപ്പലിൽ കയറിയപ്പോൾ കപ്പലിന് കാറ്റ് പിടിച്ച് മുങ്ങിപ്പോകും എന്നിടത്തെത്തി. അപ്പോൾ അദ്ദേഹത്തോട് ജനങ്ങൾ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? നിങ്ങൾ അഖ്ലിസൂലി റബ്ബിക്കും, കപ്പിത്താൻ പറയാണ് അഖ്ലിസൂലി റബ്ബിക്കും അദ്വാ, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അപ്പോൾ കപ്പിത്താനോട് ഇയാൾ ചോദിച്ചു, എന്തിനാണ്? ഞാൻ റബ്ബിനോട് ഇൻകാന ലാ യുൻജി ഫിൽ ബഹരി ഗൈറുഹു ഫഇന്നഹു ലാ യുൻജി ഫിൽ ബർരി ഗൈറുഹു ഫിൽ ബർരി അയ്ളൻ. കടലിൽ വെച്ച് മരിക്കാൻ നേരത്ത് പടച്ചോൻ മാത്രമാണ് രക്ഷിക്കുന്നതെങ്കിൽ ആ റബ്ബ് തന്നെ മനുഷ്യനെ കരയിലും വെച്ച് രക്ഷിക്കുള്ളൂ. ഇക്രിമത്ത് നബി ജഹലിന് ആ നല്ല ബുദ്ധിയുള്ള ആളാണല്ലോ, സംഗതി മനസ്സിലായി. അഖ്ലിസൂലി റബ്ബിക്കും ദുആ എന്ന് പറഞ്ഞപ്പോൾ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചോളി അറിയുമ്പോൾ ഇവിടെ ലാത്തി ഉസിയൊന്നും ഇല്ലല്ലോ, പഠിച്ചോ മാത്രമല്ലേ ഉള്ളൂ. കടലിൽ പഠിച്ചോ മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ, എങ്കിൽ ആ കരയിലും പഠിച്ചോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോരാന്നും പറഞ്ഞ് അദ്ദേഹം കരയിലേക്ക് തിരിച്ച് ഇറങ്ങിയതാണ് സംഭവം. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവേ ലക അലിയ ലഇൻ ഖറജ്തു
ല അദ്ഹബന്ന ഫല അളഅന്ന യദയ്യ ഫി യദി മുഹമ്മദിൻ ഫല അജിദന്നഹു റഊഫുർ റഹീമ. പടച്ചോനെ, ഞാൻ ഈ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കരയിലെത്തിയാൽ, അദ്ദേഹം തിരിച്ചു പോന്നതാണ്, തിരിച്ചു പോന്നു, കരയിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈ മുഹമ്മദ് നബിയുടെ കയ്യിൽ വെച്ച് ബയ്യത്ത് ചെയ്യും എന്നൊരു പ്രതിജ്ഞ എടുത്ത് ഭാര്യ, അപ്പോഴേക്ക് ഭാര്യനെ കണ്ടുമുട്ടി, ഭാര്യൻ്റെ കൂടെ അദ്ദേഹം തിരിച്ചു വന്ന് വിശ്വസിച്ചു ഇക്രിമത്തു നബി ജഹൽ. പിന്നെ വളരെ ശക്തമായ വിശ്വാസിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യൻ്റെ കൂടെ ഇക്രിമത്തു നബി ജഹൽ വരുന്നത് കണ്ടപ്പോൾ തന്നെ നബി അങ്ങോട്ട് ഓടിച്ചെന്ന് അദ്ദേഹത്തെ അണിഞ്ഞുകൂട്ടി. നബിക്ക് വഹി കിട്ടിയിട്ടുണ്ടാവും അദ്ദേഹം വിശ്വാസിയായി വരുന്നുണ്ടെന്ന്. ഓടി അണിഞ്ഞുകൂട്ടി. നബിയുടെ തട്ടം പോലും നിലത്ത് വീണിരുന്നു, അതുപോലും അറിയാതെ നബി ഓടിച്ചെന്ന് അദ്ദേഹത്തെ അണിഞ്ഞുകൂട്ടി പിടിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഏതായിരുന്നാലും പിന്നീടുള്ള എല്ലാ ദീനീ രംഗത്തും അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ദീനിനെതിരിൽ ഞാൻ എത്ര പണം ചിലവാക്കിയിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി ദീനിന് വേണ്ടി ഞാൻ ചിലവഴിക്കും. ദീനിനെതിരിൽ എത്രമാത്രം ഞാൻ ശത്രുക്കളോട് പടപൊരുതിയിട്ടുണ്ടോ അത്രയും അതിലിരട്ടി ശത്രുക്കളോട്, ദീനിൻ്റെ ശത്രുക്കളോട് ഞാൻ പടപൊരുതും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. പിന്നീട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യർമൂക്ക് യുദ്ധത്തിലോ മറ്റോ ആണ് അദ്ദേഹം മരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. യർമൂക്ക് യുദ്ധത്തിലാണ് മരിക്കുന്നത് എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. പേർഷ്യക്കാരുമായിട്ടുള്ള, റോമക്കാരുമായിട്ടുള്ളൊരു യുദ്ധത്തിൽ അദ്ദേഹം മരിച്ചു, ഷഹീദായി. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. എന്താണ്? ഫൈദാ റക്കിബൂ ഫിൽ ഫുൽക്കി, അവർ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ, അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും, മുഖ്ലിസീന, ഇഖ്ലാസുള്ളവരായിക്കൊണ്ട്, ലഹു, അള്ളാഹുവിന് ആത്മാർത്ഥമാക്കിക്കൊണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതാണ്. അഖ്ലസ, ആത്മാർത്ഥമാക്കി. മുഖ്ലിസീന ലഹു ദീൻ, ദീനിനെ അള്ളാഹുവിന് ആത്മാർത്ഥമായി കീഴ്പ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കും. ഫലമ്മാ നജ്ജാഹും, എന്നാൽ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ, ഇലൽ ബർരി, കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ, ബഹറിൽ നിന്ന് ബറിലേക്ക് രക്ഷപ്പെടുത്തിയാൽ, ഇദാഹും യുശ്രികൂൻ, അവരതാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. അതായിരുന്നു അവരുടെ പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇക്രിമത്തു ബിൻ അബീ ജഹലിൻ്റെ ഈ സംഭവം. അപ്പോൾ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് സംഗതി. പല മനുഷ്യന്മാരും കുടുങ്ങിയ സന്ദർഭത്തിൽ അല്ലാ 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 എന്നാ വിളിക്കാം. അല്ലാത്ത സമയത്തൊക്കെ യാ ഷെയ്ഖ് മൊയ്തീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നും പറഞ്ഞ് അതായത് പിന്നീട് ഇപ്പം അതിങ്ങനെ പറഞ്ഞ് ഇനിയിപ്പോൾ ഈ ബദരീങ്ങളെ വിളിച്ചാലേ പെട്ടെന്ന് ശരിയാവുള്ളൂ എന്നുള്ളിടത്തേക്ക് ഈ പൗരോഹിത്യം മനുഷ്യനെ കണ്ടു. അതൊക്കെ എന്താ പറഞ്ഞാൽ അതൊക്കെ ഒരു വല്ലാത്ത അപകടത്തിലേക്കാണ് അത് പോകുന്നത്. പഠിച്ചവനെ നമുക്ക് അല്ല മാത്രമേ ഉള്ളൂ, ഒന്നുമല്ലല്ലോ. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളുടെ പ്രാർത്ഥനകൾ ഒരു വിശ്വാസിയായ മനുഷ്യനോട് ഇതിങ്ങനെ പറഞ്ഞ് വയലിൽ കൂടി പറഞ്ഞ് അല്ലാഹ് അല്ലാത്തവർക്ക് മഹത്വമുണ്ട്, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹ് അല്ലാത്തവർക്ക് മഹത്വമുണ്ട്. ഒരുപക്ഷെ ഇവർ ഈ പറയുന്ന മഹാന്മാരൊക്കെ അവരൊക്കെ മഹാന്മാരായിരിക്കാം, അല്ലാതിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. അത്രയല്ലേ ഉള്ളൂ. അവരൊക്കെ പരലോകത്ത് മഹാന്മാരാണ്, സാലിഹീങ്ങളാണ്, സ്വർഗസ്ഥന്മാരാണ് എന്ന് പറയാൻ അള്ളാഹിൻ്റെ റസൂലിന് പോലും സാധിച്ചിട്ടില്ലല്ലോ. അബൂസായിബ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ, അബൂസായിബ് എന്ന് പറയുന്ന ആ സഹാബി മരിച്ചപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു അത്രേ, അതാ സ്വർഗത്തിലേക്ക് വെക്കുന്നു. നബി പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങളോട് അത് സ്വർഗത്തിലേക്കാണെന്ന്? എന്നെക്കൊണ്ടും നിന്നെക്കൊണ്ടും എന്താണ് അള്ളാഹ് ചെയ്യാന്ന് എനിക്കറിഞ്ഞുകൂടാ. അവർക്ക് സ്വർഗം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അവർ നല്ലവരാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവരൊക്കെ നമ്മളെ സ്വർഗത്തിൽ, നമ്മളെന്ത് തെറ്റ് ചെയ്താലും നമ്മളെ സ്വർഗത്തിൽ കടത്തും എന്ന് പറയാൻ നമുക്ക് പാടില്ലല്ലോ. പിന്നെ അപ്പോൾ അതൊന്ന്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹിനോടല്ലേ. നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, 5 നേരത്തെ നമസ്കാരത്തിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതെങ്കിലും ഒരു നബിയോടോ
ഒരു മഹാനോടോ അല്ലല്ലോ, ഒക്കെ പഠിച്ചോനെ അല്ലാഹുമ്മ റബ്ബന എന്നാണ്. ഇനി ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ച എല്ലാ ദുആകളും, ഒരുപാട് ദുആകൾ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അമ്പിയാക്കന്മാരുടെ ദുആ വക്ക റബ്ബന അല്ലാഹുമ്മ എന്നാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പണിയെടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ പോലും ചെല്ലിയാൽ തീരാത്ത ദുആകളുണ്ട്. അദ്കാറു സബാഹി മസാഹിൻ്റെ പുറമെ റസൂലുള്ള പഠിപ്പിച്ച ദുആകൾ, എത്ര നീണ്ട ദുആകളുണ്ട്. പലപ്പോഴും നബി ചൊല്ലിയിരുന്ന ദുആ, അതൊക്കെ നമ്മൾ അങ്ങനെ ഒഴിഞ്ഞിരുന്ന് ചെല്ലുകയാണെങ്കിൽ പോലും വൈകുന്നേരമാക്കാം, അല്ലെങ്കിൽ അതിലേറെ സമയമെടുക്കും. ഈ ദുആകളിൽ ഏതെങ്കിലും ഒന്നിൽ, ഹജ്ജിലുണ്ട് ദുആ, ഒരുപാട് ദുആ ഉണ്ട്. നോമ്പിൻ്റെ സമയത്ത് നോമ്പ് ഇറക്കുമ്പോഴും പിന്നെ തുറക്കുമ്പോഴും ഇഫ്താറിന് സഹറിൻ്റെ നേരത്തുമുണ്ട്. ഇനി സക്കാത്ത് കൊടുത്ത് പാവങ്ങളിൽ നിന്ന് സക്കാത്ത് വാങ്ങുമ്പോൾ ദുആ ഉണ്ടല്ലോ. ഇനി ഏതെല്ലാം സമയത്ത് നിസ്കാരത്തിലല്ലാതെ എല്ലായിടത്തും ഉണ്ട് ദുആ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ, അങ്ങനെയുള്ള രാവിലെയും വൈകുന്നേരം, ഇതൊക്കെ അള്ളാഹുവിനോട് മാത്രമാണ്, അള്ളാഹു അല്ലാത്ത ഒരാളോടുള്ള പ്രാർത്ഥന കാണില്ല. പിന്നെന്തിനപ്പോൾ ഈ തർക്കമട വരുന്നത്? പിന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞുണ്ടാക്കി അങ്ങനെ വ്യാഖ്യാനിച്ച് അള്ളാഹു അല്ലാതെ മഹാന്മാരോട് അവരോട് പ്രാർത്ഥിക്കുകയാണല്ലോ, അതല്ലേ തെറ്റ്? അത് ഏതൊരു ബുദ്ധിയില്ലാത്ത ഒരാൾക്കും മനസ്സിലാക്കാമല്ലോ. പിന്നെ ഫലമാ നജാഹും ഇലൽ ബരി, കരയിലേക്ക് അവൻ രക്ഷപ്പെടുത്തുമ്പോൾ ഇദാഹും യുശ്രികൂൻ, അവരതാ ശിർക്ക് വെക്കുന്നു. അതുണ്ടാവാൻ പാടില്ല. പഠിച്ചവനോട് തന്നെയാണ് കരയിലും കടലിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് അങ്ങനെ ചെയ്യാൻ? ലിയക്ഫുറു, അതിൻ്റെ ഫലമായി അവർ നിഷേധികളാകുന്നു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ? ലിയക്ഫുറു എന്ന് പറഞ്ഞാൽ അവർ നിഷേധികളാകാൻ വേണ്ടി എന്നല്ല. ലീ എന്ന് പറഞ്ഞാൽ ഒരു ഗായത്ത്, അതിൻ്റെ ലക്ഷ്യം പറയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനാൽ കടലിൽ വെച്ച് അള്ളാഹുവിനോടും രക്ഷപ്പെട്ടാൽ ശിർക്ക് ചെയ്യുകയും അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നത് ലിയക്ഫുറു, അവർ അതിൻ്റെ ഫലമായി നിഷേധികളാകുന്നു. ബിമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയതിൽ അവർ നിഷേധിക്കുന്നു. വലിയത്തമത്താവോ, അവർ സുഖപൂർണമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ഫസൗഫ യഅലമൂൻ, പിന്നീട് അവർ അറിയും, അതിൻ്റെയൊക്കെ ശിക്ഷ അവർ പിന്നീട് അറിയും. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫുന്നാസു മിൻ ഹൗലിഹിം അഫബിൽ ബാത്തിലി യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ. അവലം യറൗ, ഖുർആൻ മുശ്രിക്കീങ്ങളോടാ പറയുന്നത്. അവലം യറൗ, അവർ കാണുന്നില്ലേ? അന്നാ ജഅൽനാ ഹറമൻ, നാം ഹറമിനെ ആക്കിയിരിക്കുന്നു. ആമിനൻ, നിർഭയമായ ഹറമായി മാറ്റിയിരിക്കുന്നു. അതായത് ലീലാഫി ഖുറൈശിൻ എന്നുള്ള സൂറത്തിൽ കാണാം, സൂറത്ത് ഖുറൈശിൽ ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം രഹിലത ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ, അതായത് ഖുറൈശികൾക്ക് മക്കയിലും പരിസരങ്ങളിലും താമസിച്ചിരുന്ന ഖുറൈശികൾക്ക് വേനൽക്കാലത്തും വർഷകാലത്തും ശൈത്യകാലത്തും യമനിലേക്കും ഷാമിലേക്കുമുള്ള ആ യാത്ര ചെയ്യാൻ അവരുടെ കുട്ടികളായ ആൺകുട്ടികൾ വരെ ഒന്ന് വലുതാകുമ്പോഴേക്ക് അവരോടൊപ്പം യാത്ര ചെയ്യാനുള്ള മനസ്സിന് ഇണങ്ങിപ്പോയി. അവർക്ക് അത്രയും ദീർഘമായ ഒരു മാസക്കാലത്തെ വഴിദൂരം യാത്ര പോകുക എന്നുള്ളതൊരു പ്രയാസമായി തോന്നിയില്ല. ആ മനസ്സിന് അങ്ങനെ ഒരു ഇണക്കമുണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞത്. അല്ല ഞാൻ അവിടുന്ന് മക്കത്തൊന്നും അവർക്ക് ജീവിത വഴിയില്ല, മാർഗമില്ല. അപ്പം അങ്ങനെ ഇണക്കമുണ്ടാക്കി കൊടുത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമത്ത് അവർ ഓർക്കണം. ഫൽ യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബയുടെ റബ്ബിനെ അവർ ആരാധിക്കണം. ഇത്രയൊക്കെ സൗകര്യം ചെയ്ത് തന്നിട്ടും ഈ കഅബൻ്റെ മുറ്റത്ത് ജീവിക്കുന്ന നിങ്ങൾ ഈ കഅബൻ്റെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്, ബിംബങ്ങളല്ല. അല്ലദീ അത്അമഹും മിൻ ജൂഅ്, വിശപ്പിൽ നിന്ന് അവർക്ക് ആഹാരം നൽകിയവൻ. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയവൻ. ഹറം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ ഹറമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഖുറൈശികൾക്ക് ഒരാളെയും പേടിക്കണ്ട, ആരും അവിടെ വന്ന് ആക്രമിക്കൂല, ആരും അവിടെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യൂല, രക്തം ചിന്തൂല.
ഒരു മരത്തിൻ്റെ ഇല പോലും അവിടുന്ന് നുള്ളിയെടുക്കൂല. അത്ര നിർഭയത്വമാണ് ഖുറൈശികൾക്ക് അവിടെ. അതാണ് അവലം യറൗ, അവർ കാണുന്നില്ലേ, അന്നാ ഹറമൻ ആമിനൻ, നാം ഹറമിനെ നിർഭയമായ ജഅൽനാ ഹറമൻ ആമിനൻ, ഹറമിനെ അതായത് ആ വിശുദ്ധ പ്രദേശത്തെ ആമിനൻ നിർഭയ പ്രദേശമാക്കി മാറ്റി. എന്നാലോ വയുതഖത്തഫുന്നാസു, ജനങ്ങൾ റാഞ്ചിയെടുക്കപ്പെടുന്നു, മിൻ ഹൗലിഹിം, അവരുടെ ചുറ്റുഭാഗത്ത് നിന്നും. ഇപ്പം മദീനയിലാണെങ്കിൽ ഔസ് ഖസ്റജ് കൊലപാതകങ്ങളും അക്രമങ്ങളുമാണ് കാലാകാലം. ഹറമിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള യുദ്ധവും ചോരചിന്തലുമാണ് എന്നും അവർ കാണുന്നത്. പക്ഷേ ഹറമിൻ്റെ ഉള്ളിൽ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ആരും വാളെടുക്കുന്നില്ല, ആരും ആക്രമിക്കുന്നില്ല. വയുതഖത്തഫുന്നാസു മിൻ ഹൗലിഹിം, അവരുടെ ചുറ്റുഭാഗത്തും ജനങ്ങൾ റാഞ്ചിയെടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അക്രമികൾ അവരെ കൊത്തിവലിച്ച് റാഞ്ചി കൊണ്ടുപോവുകയാണ്, അക്രമം ചെയ്യുകയാണ് ഗോത്രവർഗങ്ങൾ. പക്ഷേ ഹറമ് ആമിനായിട്ട് അവർ കാണുന്നില്ലേ. അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, ബാത്തിലായ അന്യായമായ കാര്യങ്ങളിലാണോ അവർ വിശ്വസിക്കുന്നത്? വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ, അള്ളാഹുവിൻ്റെ നിഅമത്തിനെ അവർ നിഷേധിക്കുകയും ബാത്തിലിനെ അവർ വിശ്വസിക്കുകയുമാണോ? ഇത്ര അധികം കൃത്യമായി നിഅമത്ത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഈ ഹറമിലിരുന്ന് അള്ളാഹിനെ ആരാധിക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. അവർ ബാത്തിലിനെയാണല്ലോ വിശ്വസിക്കുന്നത്. വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ, ഹറമിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ഗോത്രങ്ങൾക്കൊക്കെ ഓരോ കുലദൈവങ്ങളുണ്ട്. അതിനെ ആരാധിച്ച് ആ ദൈവങ്ങളുടെ പേരിൽ അവർ അറുത്തും മറ്റു ബലികർമ്മങ്ങളൊക്കെ നടത്തിയും അതിൻ്റെ പേരിൽ വെട്ടും കുത്തും കൊലയും നടക്കുന്നുണ്ട്. ആ പോലെ ഇവരും ആ ബാത്തിലിൽ വിശ്വസിച്ചിട്ട് ഇവിടെയും ബിംബങ്ങളെ വെച്ച് ആരാധിക്കുകയാണ്. അള്ളാഹിൻ്റെ നിഅമത്തായ ഹറമിനെ അവർ കൃത്യമായി കാണുന്നില്ല, റബ്ബിനെ ആരാധിക്കുന്നില്ലല്ലോ. ഒമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ ളുൽമ് ചെയ്തവൻ? മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മേൽ കദിബ് കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ. ഇഫ്തറ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചു. ഒമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ അക്രമി ആരാണുള്ളത്? ഔ കദ്ദബ ബിൽ ഹഖി, അല്ലെങ്കിൽ സത്യത്തെ കളവാക്കിയവനേക്കാൾ. ലമ്മാ ജാഅഹു, ആ സത്യം അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവനേക്കാളും അക്രമി ആരാണുള്ളത്? അലൈസ ഫീ ജഹന്നമ മസ്വൻ ലിൽ കാഫിരീൻ, അലൈസ ഇല്ലയോ, ഫീ ജഹന്നം ജഹന്നമാകുന്ന നരകത്തിലില്ലയോ, മസ്വൻ ലിൽ കാഫിരീൻ നിഷേധികളായ ആളുകൾക്ക് പാർപ്പിടം. ഓൽക്കവിടെ പാർപ്പിടല്ലേ എന്ന് ചോദിച്ചാൽ പാർപ്പിടം ഉണ്ട്, നിങ്ങൾ നോക്കിക്കോളി എന്നാ പറയുന്നത്. മസ്വ എന്ന് പറഞ്ഞാൽ പാർപ്പിടം. വല്ലദീന ജാഹദൂ ഫീന, എന്നാൽ വല്ലദീന ജാഹദൂ അധ്വാനിച്ചവർ, ജിഹാദ് ചെയ്തവർ, ഫീന നമ്മുടെ മാർഗത്തിൽ അധ്വാനിച്ചവർ. അതാണ് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, കഷ്ടപ്പെടുക, പ്രയാസപ്പെടുക, അതൊക്കെയാണ് ജിഹാദ്. അതിൻ്റെ അങ്ങേ അറ്റമാണ് ശത്രുക്കളോടുള്ള യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ വല്ലദീന ജാഹദൂ ഫീന, നമ്മളുടെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിച്ചവർ, ല നഹ്ദിയന്നഹും അവരെ നാം തീർച്ചയായും ഹിദായത്തിലാക്കും, സുബുലന നമ്മുടെ മാർഗത്തിൽ. അപ്പോൾ പഠിച്ചവൻ്റെ മാർഗത്തിൽ നമ്മൾ ത്യാഗപൂർണമായി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് അള്ളാഹു നമ്മളെ ഹിദായത്തിൽ ചേർക്കും. ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ സബീൽ അതിൻ്റെ ബഹുവചനമാണ് സുബുല്. നമ്മുടെ മാർഗത്തിലേക്ക് അവർ നാം വഴി കാണിക്കുക തന്നെ ചെയ്യും, വഴിയിൽ ചേർക്കുക തന്നെ ചെയ്യും. വ ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ലമഅൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവരോടൊപ്പമുണ്ടായിരിക്കും. മഅല്ല എന്നുള്ളത് തീർച്ചയായും മഅൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവരുടെ കൂടെയാണ് തീർച്ചയായും അള്ളാഹ്. ആ ഇഹ്സാൻ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം അള്ളാഹ് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.